നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ. നോക്കാം റിപ്പോർട്ടുകൾ വിശദമായി. മക്കയിലെ വിശുദ്ധ കഅബയെ പുതിയ മൂടുപടം അണിയിച്ചു. 10,000-കണക്കിന് തീർത്ഥാടകരെ സാക്ഷി നിർത്തിയായിരുന്നു ചടങ്ങ്. ഹറംകാര്യ വകുപ്പിലെ വനിതാ ഉദ്യോഗസ്ഥരും ആദ്യമായി ചടങ്ങിൽ പങ്കെടുത്തു. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു വിശുദ്ധ കഅബയിലെ കിസ്വ മാറ്റൽ ചടങ്ങ്. കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 159 ജീവനക്കാർ ചടങ്ങിന്റെ ഭാഗമായി. ഇതാദ്യമായി ഹറംകാര്യ വകുപ്പിലെ വനിതാ ഉദ്യോഗസ്ഥരും കിസ്വ മാറ്റൽ ചടങ്ങിൽ പങ്കെടുത്തു. ഫാക്ടറിയിൽ നിന്ന് ഇന്നലെ രാത്രി ഹറം പള്ളിയിലെത്തിച്ച മൂടുപടം ഇന്ന് പുലർച്ചെയാണ് കഅബയിൽ അണിഞ്ഞത്. 8 മുതൽ 9 മാസം വരെ സമയമെടുത്താണ് ഓരോ കിസ്വയും നിർമ്മിക്കുന്നത്. 120 കിലോ സ്വർണം, 100 കിലോ വെള്ളി, 1000 കിലോ പട്ട് തുടങ്ങിയവ ഉപയോഗിച്ചാണ് കിസ്വ നിർമ്മിക്കുന്നത്. 1350 കിലോയാണ് ആകെ ഭാരം. 94 മീറ്റർ ഉയരം. മുകൾ ഭാഗത്ത് കഅബയ്ക്ക് ചുറ്റുമുള്ള വിശുദ്ധ ഖുർആൻ വചനങ്ങൾ എഴുതിയ പട്ടയ്ക്ക് 47 മീറ്റർ നീളവും 95 സെന്റിമീറ്റർ വീതിയുമുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുകൾ ഉപയോഗിച്ചാണ് ഖുർആൻ വചനങ്ങൾ തുന്നിച്ചേർക്കുന്നത്. ആകെ 5 കഷ്ണങ്ങളായാണ് കിസ്വ ഹറം പള്ളിയിൽ എത്തിക്കുന്നത്. കഅബയിൽ അണിഞ്ഞതിന് ശേഷം ഇവ തുന്നിച്ചേർക്കും. വർഷത്തിൽ ഒരു തവണയാണ് കഅബയുടെ മൂടുപടം മാറ്റുന്നത്. നേരത്തെ ഹജ്ജ് വേളയിൽ അറഫ ദിനത്തിലായിരുന്നു കിസ്വ മാറ്റിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഹിജ്റ വർഷാരംഭമായ മുഹറം 1-നാണ് മാറ്റുന്നത്. ജലീൽ കണമകലം, 24, ജിദ്ദ. ഖത്തറിലെ പ്രമുഖ വ്യവസായി മുഹമ്മദ് സാലെ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ലക്സസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബോംബെ സിൽക്സ്, പാണ്ട ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയാണ്. ഖത്തർ KMCC ഉപദേശക സമിതി അംഗവും കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായിരുന്നു. മൃതദേഹം ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അബുഹമ്മൂർ ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന അവിദഗ്ധ തൊഴിലാളികളുടെ ദിവസവേതനം ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട്. വീടുകളിലും കെട്ടിട നിർമ്മാണ മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് 15 ദിനാറായിരുന്നു ദിവസവേതനം. ഇത് 30 ദിനാറായി വർദ്ധിപ്പിച്ചു. രാജ്യത്തെ അനധികൃത താമസക്കാർക്ക് അനുവദിച്ചിരുന്ന പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതോടെ ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ച വ്യാപക തെരച്ചിലിനെ തുടർന്ന് അതിനെ ഭയന്ന് പലരും ജോലിക്കെത്താത്തതാണ് ഇതിന് കാരണമെന്ന് മുത്തലാഖ് റെസിഡൻസ് കമ്മിറ്റി മേധാവി ഖാലിദ് അൽ ജിൻസി പറഞ്ഞു. സഭയും സമുദായവും ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്. അമേരിക്കയിലെ സാന്റ് ആന്റോണിയോയിൽ KCCANA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. സിനിമാ താരം ലാലു അലക്സ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 5000-ഓളം പേർ പങ്കെടുക്കുന്ന KCCANA ദേശീയ കൺവെൻഷന്റെ ഉദ്ഘാടനം സാൻ ആന്റോണിയോയിൽ പ്രൗഢമായ ഘോഷയാത്രയോടെയായിരുന്നു. KCCANAയുടെ വിവിധ യൂണിറ്റുകൾ പങ്കുചേർന്ന വിപുലമായ ഘോഷയാത്രയിൽ ജ്ഞാനായ ചരിത്രവും കേരളത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങളും നിറഞ്ഞുനിന്നു. സഭയും സമുദായവും ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അഭിപ്രായപ്പെട്ടു. ഒരു കുടുംബത്തിൽ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും ആർച്ച് ബിഷപ്പ്. KCCANAയുടെ 15ാമത് കൺവെൻഷൻ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഇവിടെ മനോഹരമായിട്ട് നമുക്ക് ആരംഭിക്കുവാൻ സാധിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചലച്ചിത്ര താരം ലാലു അലക്സ്, മിസൂറി സിറ്റി മേയർ റോബിൻ ജെ ഇലക്കാട്ട്, സാൻ ആന്റോണിയോ കൗൺസിൽ വുമൺ മെലീസ കാബലെ ഹാവ്ഡെ, KCCANA പ്രസിഡന്റ് ഷാജി എഡാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും സെമിനാറുകളും കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. 24 USA. SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് കണ്ണൂരിൽ തുടക്കമായി. KKAMA കണ്ണൂർ ജില്ലാ കമ്മിറ്റി താനെ നോളജ് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് TM ഇസഹാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷെരീഫ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KKAMA മുൻ ചെയർമാൻ NA മുനീർ മുഖ്യപ്രഭാഷണം നടത്തി. കുവൈറ്റിൽ റാപ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്റർ ടൂർണമെന്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 50ലേറെ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ബിഗിനർ, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. അഡ്വാൻസ്ഡ് വിഭാഗത്തിൽ ബദർ ബാസിദ് സഖ്യവും ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ GM ഖാൻ ശിവകുമാർ സഖ്യവും ജേതാക്കളായി. ബിഗിനർ വിഭാഗത്തിൽ സുരേഷ് സേഷു സഖ്യം കിരീടം നേടി. വിജയികൾക്കുള്ള ട്രോഫി ഭാരവാഹികളായ പ്രകാശ് മുട്ടേൽ, വിൽസൺ ജോർജ്, ബിനോയ് തോമസ്, പ്രശാന്ത് മാനുവൽ, രാജു ഇട്ടൻ, ഷാജി വർഗീസ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു.
കലാലയം സാംസ്കാരിക വേദി അബുദാബി സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. മാംഗോസ്റ്റീൻ എന്ന പേരിൽ ബഷീർ കൃതികളിലെ ഭാഷ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയും പരിപാടികളും നടന്നു. എഴുത്തുകാരനും മലയാളം മിഷൻ അബുദാബി സെക്രട്ടറിയുമായ സഫറുള്ള പലപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു. ബഷീറിയൻ കഥാപാത്രങ്ങളുടെ ദാർശനികത എന്ന വിഷയത്തിൽ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമായ നാസർ തമ്പി, ബാബുരാജ് പിലിക്കോട് എന്നിവർ സംസാരിച്ചു. ബഷീറിന്റെ യാത്രാലോകം എന്ന വിഷയത്തിൽ കലാലയം സാംസ്കാരിക വേദി അംഗങ്ങളായ മുബീൻ സാദി ആനപ്പാറ, ഹിജാസ് മൊയ്തീൻ, ഷാഹുൽ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ഡ്രമ്മർ ജിനോ കെ ജോസ് അന്തരിച്ചു. 47 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത്. തിരുവനന്തപുരം ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിലാണ് പാർട്ടി സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നും പാർട്ടിക്ക് തന്നെ കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടി അംഗങ്ങൾ വിട്ടുനിൽക്കരുത് എന്നും വിശ്വാസികളെ കൂടെ നിർത്തണമെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിൽ പാർട്ടി സെക്രട്ടറി നിർദ്ദേശിച്ചു. +1 സീറ്റിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം നേടിയത് 30,245 വിദ്യാർത്ഥികൾ. മലപ്പുറത്ത് നിന്ന് 6,999 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം ലഭിച്ചത്. നിലവിലെ കണക്കുകൾ പ്രകാരം മലപ്പുറത്ത് 89 മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മുട്ടുമടക്കി KSEB. തിരുവമ്പാടി ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഉപാധികളില്ലാതെയാണ് കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. KSEB ചെയർമാൻ മുന്നോട്ട് വെച്ച, മന്ത്രി മുന്നോട്ട് വെച്ച ആ ഒരു ഉപാധി അല്ലെങ്കിൽ ആ ഒരു സത്യവാങ്മൂലത്തിൽ ഒരു വിധത്തിലും ഒപ്പിടാതെ തന്നെ ഇപ്പോൾ ഈ കുടുംബത്തിലെ വൈദ്യുതി എത്തിയിരിക്കുന്നു. തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരുള്ള കണക്ഷനാണ് KSEB വിച്ഛേദിച്ചിരുന്നത്. പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്നും വിമർശനം ഉയർന്നതോടെ ഉപാധിയുമായി KSEB രംഗത്തെത്തി. ബില്ല് അടക്കാത്തതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ചതിന് നേരത്തെയും ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമമുണ്ടായിട്ടുണ്ടെന്നും ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നുമായിരുന്നു നിലപാട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബവുമായി ചർച്ച നടത്തി. എന്നാൽ KSEB ആവശ്യം കുടുംബം തള്ളി. പ്രതിഷേധം ശക്തമായതോടെ ഉപാധികളില്ലാതെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. എല്ലാവർക്കും നന്ദി. സന്തോഷമായി, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി പറയാണ്. മാധ്യമപ്രവർത്തകരോടും ഞങ്ങളെ നാട്ടുകാരോടും ഞങ്ങളെ പ്രവർത്തകരോടും നേതാക്കന്മാരോടൊക്കെ ഒറ്റവാക്കിൽ എല്ലാവർക്കും നന്ദി. ഇന്നലെ ആ സമയം മുതൽ ഞങ്ങളെ നേതാക്കന്മാരെല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ട്. വീട്ടുടമ റസാഖിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ KSEB ജീവനക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജീവനക്കാർ അസഭ്യം പറഞ്ഞെന്നും മറിയത്തിന് മാനഹാനി ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ്. വിഷയത്തിൽ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. KSEBയുടെ വിചിത്ര നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് റാന്തൽ തെളിയിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി. മുനീഫിനും രജീഷിനുമൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പിറന്നാൾ ആഘോഷത്തിനിടെ പന്തയം വെച്ച് ഗുഡ്സ് ട്രെയിന് മുകളിൽ കയറിയ 17-കാരന് ദാരുണാന്ത്യം. ഇടപ്പള്ളി സ്വദേശി ആന്റണി ജോസ് ആണ് മരിച്ചത്. അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആന്റണി ജോസ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി എടപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി എത്തുന്നത്. ഈ സമയമാണ് രാവിലെ താനിവിടെ എത്തിയിരുന്നുവെന്നും ഈ റെയിൽവേ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ പുറത്ത് കയറിയെന്നും സുഹൃത്തുക്കളോട് പറയുന്നത്. അത് സുഹൃത്തുക്കൾ വിശ്വസിച്ചില്ല. ആ സമയമാണ് താൻ വീണ്ടും കയറി കാണിക്കാം എന്ന് പറഞ്ഞ് ആന്റണി ജോസഫ് ഈ ട്രെയിനിന് മുകളിലേക്ക് കയറുന്നത്. അതൊരു പന്തയത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ രാവിലെ ആന്റണി ജോസഫ് എത്തുമ്പോൾ പച്ചാളത്ത് മരം വീണതിൻ്റെ ഭാഗമായി റെയിൽവേ ട്രാക്കിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വൈകുന്നേരം അമിത അളവിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഗുഡ്സ് ട്രെയിനിന് പുറത്തേക്ക് ആന്റണി ജോസഫ് കയറുന്നതും വലിയ തോതിൽ ഷോക്കേറ്റ്
പൊള്ളലേൽക്കുന്നതും തുടർന്ന് RPF എത്തിയാണ്, റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സമീപത്ത് തന്നെയാണ്, അവിടെ നിന്ന് RPF എത്തി ആന്റണി ജോസഫിനെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും അപ്പോഴേക്ക് തന്നെ 85% മുകളിൽ ആന്റണി ജോസഫിന് പൊള്ളലേറ്റിരുന്നു എന്നുള്ളതാണ് ആന്റണിയെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത്. പിന്നീട് ബേൺ ICUയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ആന്റണി അതിജീവിച്ചിരുന്നത്. പക്ഷേ 7:30 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഒരു പന്തയത്തിന് പുറത്തുള്ള തീക്കളിയിലാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം. എന്തായാലും ആന്റണിയുടെ മൃതദേഹം ഇപ്പോൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം നാളെ രാവിലെയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം ആന്റണിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ വിദേശത്തേക്ക് പോകാൻ നിന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അപകടത്തിന് പിന്നാലെ അവർ ഈ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് എളമക്കര പോലീസ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനെ അതിക്രമിച്ചു കയറിയ സംഭവമായതുകൊണ്ട് തന്നെ എളമക്കര പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴത്ത് ഇറക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ചേർത്തലയിൽ പട്ടാപ്പകൽ ദളിത് യുവതിക്ക് നേരെ ആക്രമണം. തൈക്കാട്ടുശ്ശേരി സ്വദേശി നിലാവിനാണ് മർദ്ദനമേറ്റത്. CPIM പ്രവർത്തകനായ പൂച്ചാക്കൽ സ്വദേശി ഷൈജുവും സഹോദരനുമാണ് ആക്രമിച്ചതെന്നാണ് യുവതിയുടെ പരാതി. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് യുവതി ആരോപിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അവിടെ നിന്ന് അവരെ ആട്ടി ഇറക്കി വിട്ടു. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നോക്കിക്കോളാം, രസീത് അയച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് അതെൻ്റെ അനിയന്മാരെ തല്ലിയതിൻ്റെ പേരിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തിട്ടാണ്. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുറേ തെറിയും പറഞ്ഞ് നിങ്ങളെ തല്ലു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടത്. തിരുവനന്തപുരം തുമ്പ ബോംബേറ് കേസിൽ ഒരാൾ പിടിയിൽ. കഴക്കൂട്ടം സ്വദേശി ഷെബിനാണ് പിടിയിലായത്. അക്രമികൾ ബോംബെറിഞ്ഞ് എത്തിയ ഒരു സ്കൂട്ടറും കണ്ടെടുത്തു. ഇന്ന് രാവിലെയാണ് ഗുണ്ടാ നേതാവ് തുമ്പാസുനിയുടെ നേതൃത്വത്തിൽ ബോംബേറ് ഉണ്ടായത്. ബോംബെറിഞ്ഞ 4-അംഗ സംഘത്തിലെ ഒരാളാണ് പിടിയിലായത്. പിടിയിലായ ഷെബിൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. പരിശോധനയ്ക്കിടെ ബോംബേറിനെത്തിയ സ്കൂട്ടറും നാടൻ ബോംബുകളും കണ്ടെടുത്തു. തുമ്പ കിൻഫ്രയ്ക്ക് സമീപം ആളില്ലാത്ത വീട്ടിൽ നിന്നാണ് 4 നാടൻ ബോംബുകളും ഒരു വെട്ടുകത്തിയും കണ്ടെടുത്തത്. തുമ്പ നെഹ്റു ജംഗ്ഷന് സമീപം ഇന്ന് രാവിലെയാണ് ബോംബേറുണ്ടായത്. 2 ബൈക്കുകളിലെത്തിയ 4-അംഗ സംഘം ബോംബെറിയുകയായിരുന്നു. ഗുണ്ടാ നേതാവ് തുമ്പാസുനിയുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് സ്ഥിരീകരിച്ചു. വീര്യം കുറഞ്ഞ നാടൻ ബോംബാണ് എറിഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തി. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. കേസിൽ മറ്റ് 3 പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാണ്. 24 തിരുവനന്തപുരം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവ നേതാവ് കോഴ വാങ്ങിയെന്ന് പരാതി. കോഴിക്കോടുള്ള ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ആരോപണം. മന്ത്രി PA മുഹമ്മദ് റിയാസ് വഴി കാര്യം നടത്താമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പിനിരയായത് CPIM-വുമായി ബന്ധമുള്ള ഡോക്ടറാണെന്നാണ് സൂചന. CPIM-ന്റെ ക്വാട്ടയിലുള്ള PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് ഏരിയ കമ്മിറ്റി അംഗം പണം തട്ടിയെന്നാണ് പരാതി. യുവനേതാവ് 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും ആരോപണം. മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. PSC അംഗങ്ങളെ CPIM തീരുമാനിച്ചപ്പോൾ പണം നൽകിയ ആളുടെ പേര് പട്ടികയിലുണ്ടായില്ല. ഇതോടെ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രശ്നപരിഹാരത്തിനും ശ്രമമുണ്ടായി. ഇതിലും തീരുമാനമാകാത്തതിനെ തുടർന്നാണ് പാർട്ടിക്ക് പരാതി നൽകാൻ പണം കൊടുത്തയാൾ തീരുമാനിച്ചത്. സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. മറുപടി പറയാൻ മന്ത്രി ബാധ്യസ്ഥനെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ ഈ വിഷയത്തിനകത്ത് വ്യക്തത വരുത്തണം. തുടർച്ചയായി ശ്രീ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നതിനെപ്പറ്റി മന്ത്രി തന്നെ പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. വിഷയത്തിൽ CPIM പ്രാഥമിക പരിശോധന നടത്തിയതായാണ് സൂചന. 24 തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ചിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. കോച്ച് മനു പീഡനക്കേസിൽ പ്രതിയായ സാഹചര്യം KCA വിശദീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പരിശീലനത്തിലെത്തിയ പെൺകുട്ടികളെ മനു പീഡിപ്പിച്ചതായും നഗ്നചിത്രങ്ങൾ പകർത്തിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കോച്ച് പീഡിപ്പിച്ചെന്ന വാർത്ത പുറത്തായത്. പിന്നാലെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കോച്ച് പീഡനക്കേസിൽ പ്രതിയായ സാഹചര്യം KCA വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യത്തിന് KCAയും ഉത്തരവാദിയാണ്.
പ്രതീക്ഷയോടെ ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന കുട്ടികളെയാണ് കോച്ച് പീഡിപ്പിക്കുന്നത്. ഇരയായ കുട്ടികളും രക്ഷിതാക്കളും മാനസിക സമ്മർദ്ദത്തിലാണ്. എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലെന്ന KCAയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ മനു പകർത്തിയെന്നും ആരോപണമുണ്ട്. പോക്സോ കേസിൽ പ്രതിയായ മനു റിമാൻഡിലാണ്. 24 തിരുവനന്തപുരം. കേരളത്തിൽ പനി പടരുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനവും രൂക്ഷമാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കിയതോടെ ഇന്നലെ മാത്രം 11,050 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 159 പേർക്ക് ഡെങ്കിയും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 42 H1N1 കേസുകളും 32 മഞ്ഞപ്പിത്ത കേസുകളും റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് H1N1, എറണാകുളത്ത് ഡെങ്കിയും മലപ്പുറത്ത് പകർച്ചപ്പനിയും വ്യാപകം. കുസാറ്റിലെ ഫിസിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക് H1N1 രോഗബാധ സ്ഥിരീകരിച്ചു. H1N1 രോഗികളിൽ 24 പേരും തിരുവനന്തപുരത്താണ്. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 1000-ന് മുകളിലാണ് പനിബാധിതരുടെ എണ്ണം. ഡെങ്കിപ്പനി എറണാകുളം 86, തിരുവനന്തപുരം 18, കൊല്ലം 16 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഈ മാസം ഇതുവരെ 1,00,000-ലേറെ പേർക്കാണ് വൈറൽ പനി ബാധിച്ചത്. 5 ദിവസത്തിന് ശേഷമായിരുന്നു പനിബാധിതരുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടത്. 3 ദിവസത്തിൽ കൂടുതൽ പനിയുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. 24 തിരുവനന്തപുരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം. ഇടക്കളങ്ങര വൈപ്പിൽ വടക്കതിൽ അബ്ദുൽ സലാമാണ് മരിച്ചത്. വീടിന് സമീപത്തെ ചതുപ്പിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ അബ്ദുൽ സലാമിനെ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. അബ്ദുൽ സലാമിന്റെ കാലിൽ വൈദ്യുതി കമ്പി ചുറ്റിയ നിലയിലായിരുന്നു. തൃശൂരിൽ മതിലിടിഞ്ഞ് 7 വയസ്സുകാരി മരിച്ചു. വെങ്കിടങ്ങ് തൊട്ടിപ്പറമ്പിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. പഴക്കമേറിയ മതിലിന് സമീപം കുട്ടി കളിച്ചുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉണ്ടായത്. 5 ദിവസം മഴ തുടരാനാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. പൂത്തുറ സ്വദേശി ലിജുവിന്റെ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ മരം കടപുഴകി വീണു. 2.5 മണിക്കൂറിലേറെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചുമാറ്റുന്നതിനിടെ ഒരു പോലീസുകാരന് പരിക്കേറ്റു. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്ത് റോഡിലേക്ക് മരം മറിഞ്ഞു. റെയിൽവേ വൈദ്യുതി ലൈനിലേക്കാണ് മരം കടപുഴകി വീണത്. ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായെന്ന് നാട്ടുകാർ. ഞാൻ കിടക്കണായിരുന്നു. അപ്പൊ ഇവര് മിറ്റമൊക്കെ ക്ലീൻ ആക്കണായിരുന്നു. അപ്പോഴാണ് ഇവിടെ പെട്ടെന്ന് കത്തണ കണ്ടപ്പോ തന്നെ ഇവര് പേടിച്ച് എല്ലാരെയും വിളിച്ച് യാത്രക്കാരെ അവരൊക്കെ ആരെങ്കിലും റെയിൽ ക്രോസ് ചെയ്യും, ഷോക്ക് അടിക്കുമെന്നും പറഞ്ഞ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വരല്ലേ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിരുന്നു. 13 വയസ്സുകാരൻ അശ്വിന്റെ സമയോചിത ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത്. പൊട്ടിത്തെറിയായിരുന്നു. ഈ തീ പിടിച്ചപ്പോ ആദ്യം ഇവിടുന്ന് കത്തനായിരുന്നു. എന്നിട്ട് തീ ഇട്ടിട്ട് ഈ ലൈൻ മൊത്തം ഇങ്ങനെ പൊട്ടിത്തെറിയായിരുന്നു അങ്ങോട്ട് അറ്റം വരെ. മരത്തിൽ നിന്ന് തീ ഉണ്ടായി, മറ്റേ ഈ ലൈനിൽ നിന്ന് തീ പടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം ഉള്ളതുകൊണ്ട് ഇതായി. പോലീസ് ആദ്യം ഫയർഫോഴ്സ് വന്നു, എന്നിട്ടാണ് റെയിൽവേക്കാർക്ക് വന്നത്. 200 മീറ്ററോളം ദൂരം വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചുമാറ്റി. ഇതിനിടെ പോലീസുകാരന്റെ തലയ്ക്ക് പരുക്കേറ്റു. വേണാട്, മംഗള, വന്ദേഭാരത് ട്രെയിനുകൾ 2.5 മണിക്കൂർ പിടിച്ചിടേണ്ടി വന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രാക്കിന് സമീപത്തെ മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റുമെന്ന് റെയിൽവേ വ്യക്തമാക്കി. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപം റോഡിലേക്ക് മരം മറിഞ്ഞ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 24 കൊച്ചി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രശ്നപരിഹാരം വേഗത്തിലാക്കാൻ ഉപകരിക്കുമെന്ന് WCC പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച സമിതിക്ക് വേണ്ടി 1 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവിനെ പ്രതീക്ഷയോടെ കാണുന്നതായി WCC പ്രസ്താവന. കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന വാദം പരിഹാസ്യമാണ്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് പരിഹാര നടപടികൾക്കും പുരോഗമനപരമായ മാറ്റങ്ങൾക്കും ഉപകരിക്കും. തുറന്നുപറച്ചിൽ നടത്തിയവരെ സംരക്ഷിച്ചുകൊണ്ട് വേണം വിവരങ്ങൾ പുറത്തുവിടാനെന്നും WCC നിലപാട് വ്യക്തമാക്കി. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച സമിതിക്ക് വേണ്ടി 1 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. 2018 ഏപ്രിൽ മുതൽ 2020 മാർച്ച് വരെയാണ്
ഇത്രയും തുക ചെലവഴിച്ചതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. 4 വർഷമായിട്ടും റിപ്പോർട്ട് പുറത്തുവിടാനോ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനോ കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് ചെലവ് കണക്ക് പുറത്തുവന്നത്. 24 കൊച്ചി. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഈ തവണ ഇന്ത്യ സ്വർണം നേടുമെന്ന് മലയാളി താരം PR ശ്രീജേഷ്. കഴിഞ്ഞ തവണത്തെ മെഡൽ നേട്ടം ആത്മവിശ്വാസം നൽകുന്നു. പരിചയസമ്പത്തുള്ള ടീമാണ് ഇന്ത്യക്കായി ഇറങ്ങുന്നതെന്നും ശ്രീജേഷ് 24 പറഞ്ഞു. നാലു പതിറ്റാണ്ടു നീണ്ട കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഹോക്കിയിൽ കഴിഞ്ഞ തവണ ഇന്ത്യ മെഡൽ ചൂടിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ സുവർണ നേട്ടം തന്നെയാണ് ടീമിന് ആത്മവിശ്വാസം നൽകുന്നത്. അതേ സംഘത്തിലെ 11 പേർ ഇത്തവണയും ഇന്ത്യൻ ടീമിനൊപ്പമുണ്ട്. സ്കോഡ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ കളിച്ച 11 പേര് ഇത്തവണ ടീമിലുണ്ട്. 5 പേര് പുതുതായിട്ട് ഡെബ്യൂട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ലാത്തൊരു ടീമാണ് ഇത്തവണ നമുക്കുള്ളത്. കാരണം 11 പേര് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ടീമിന്. പക്ഷേ 16 പേരും ഈക്വലായിട്ട് കളിച്ചാൽ മാത്രമാണ് ഒളിമ്പിക്സ് പോലുള്ളൊരു ഈവൻറ്റിൽ നമുക്ക് ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശക്തരായ ബെൽജിയവും ഓസ്ട്രേലിയയും അടങ്ങുന്ന പൂൾ ബിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇരു ടീമുകളും ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാനാകുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂളിനകത്ത് ടഫായിട്ട് 2 ടീം, ഒന്ന് ഓസ്ട്രേലിയയും പിന്നെ ഒന്ന് ബെൽജിയമാണ്. കാരണം അവർ രണ്ടും പക്ഷേ നമുക്ക് കിട്ടുന്നത് ഏറ്റവും അവസാനത്തെ ലീഗ് റൗണ്ട് മാച്ചസിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ടഫ് ചലഞ്ച് ആയിരിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ 3 മാച്ചുകളിൽ നിന്നും പറ്റാവുന്നത്ര മാച്ചുകൾ ജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് ഒരു കോട്ട നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുശേഷം ഓസ്ട്രേലിയയും ബെൽജിയമായിട്ടും ഏറ്റവും നന്നായിട്ട് കളിക്കുക, പറ്റുവാണെങ്കിൽ തന്നെ വിജയിക്കുക. അവരുമായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് നിർണായകമായിരിക്കും. ഈ മാസം 27-നാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ടീമിന്റെ പരിശീലനം നിലവിൽ ബംഗളൂരുവിൽ തുടരുകയാണ്. 24 ബംഗളൂരു. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.